സക്സസ് ഫയലിലേക്ക് സ്വാഗതം. 100 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യുക. മാർക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കപില എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദി ഏതാണ്? കപില എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ്? കബനി നദിയാണ്. കപില എന്ന് അറിയപ്പെടുന്നത്. കബനി നദിയാണ് കപില എന്ന് അറിയപ്പെടുന്നത്. ആര് ഒപ്പുവെക്കുന്നതിലൂടെയാണ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബിൽ നിയമമാകുന്നത്? ആര് ഒപ്പുവെക്കുന്നതിലൂടെയാണ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബില്ല് നിയമമാകുന്നത്? പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതിലൂടെയാണ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ഒരു ബില്ല് അത് നിയമമാകുന്നത്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് പുറത്തു കാണുന്ന പ്രതിമ ആരുടേതാണ്? സെക്രട്ടേറിയറ്റിന് പുറത്തു കാണുന്ന പ്രതിമ ടി മാധവറാവുവിൻ്റെതാണ്. ടി മാധവറാവുവിൻ്റെ പ്രതിമയാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് പുറത്ത് കാണുന്നത്. ടി മാധവറാവു. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആര്? ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാരിയാണ്. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് അറിയപ്പെടുന്നത് സി രാജഗോപാലാചാരി. ഇന്ത്യ ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്നത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നാണ്. ഇന്ത്യ ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്നത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ ഏത് കോടതിയെയാണ് നമുക്ക് സമീപിക്കാൻ പറ്റുന്നത്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 3 ശരി. സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയുമാണ് സമീപിക്കാൻ പറ്റുന്നത്. സുപ്രീം കോടതി അതുപോലെ ഹൈക്കോടതി. മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതികൾ ഏതൊക്കെയാണ്? സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയുമാണ് സമീപിക്കാൻ സാധിക്കുന്നത്. പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള പത്രം ഏതാണ്? പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള പത്രം ദീപിക. അരയ സമാജം സ്ഥാപിച്ചത് ആരാണ്? അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ സി ആണ്, ഉത്തർപ്രദേശാണ്. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, ഉത്തർപ്രദേശ് എത്ര സംസ്ഥാനങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത് എന്ന് കമൻറ്റ് ചെയ്യുക. ഉത്തർപ്രദേശ് എത്ര സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നു? ഒരു ഖരവസ്തു ചൂടാക്കുമ്പോൾ അത് നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയ. ഖരവസ്തു നേരിട്ട് ഏതവസ്ഥയിലേക്ക് മാറുന്നു? വാതകാവസ്ഥയിലേക്ക് മാറുന്നു. ഏതാണ് പ്രക്രിയ? ഉത്പതനമാണ്. ഉത്പതനം. ഖരവസ്തു നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്നു, ഉത്പതനം. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന്റെ നിറം ഏതാണ്? ഓറഞ്ച് ആണ്. ബ്ലാക്ക് ബോക്സിന്റെ നിറം ഓറഞ്ച്. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി രചിച്ച കഥ ഏത് സമരത്തെയാണ്? പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കിയിട്ട് തകഴി രചിച്ച കഥയാണ് തലയോട്. ആരുടെ കൃതിയാണ്? തകഴിയുടെ കൃതിയാണ്. ഏതിനെ ആസ്പദമാക്കിയിട്ടാണ്? പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കിയിട്ട് തകഴി രചിച്ച കഥയാണ് തലയോട്. ഫോസിലുകൾ ഇല്ലാത്ത ശിലകൾ ഏതാ? ആഗ്നേയ ശിലകളാണ് ഫോസിലുകൾ ഇല്ലാത്ത ശിലകൾ ആഗ്നേയ ശിലകൾ. ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 16 ആണ്. സെപ്റ്റംബർ 16 ഓസോൺ ദിനം.
കേരള കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം. കേരള കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം GV രാജ പുരസ്കാരമാണ്. ഗോദവർമ്മ GV രാജ പുരസ്കാരം. ഇന്ത്യൻ ഫുട്ബോളിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത്, ഇന്ത്യൻ ഫുട്ബോളിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് കേരളമാണ്. കേരളം ഇന്ത്യൻ ഫുട്ബോളിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് കേരളം. ഇന്ത്യൻ ഫുട്ബോളിന്റെ മക്ക എന്നറിയപ്പെടുന്നതോ, ഇന്ത്യൻ ഫുട്ബോളിന്റെ മക്ക എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. കൊൽക്കത്ത. ഇന്ത്യൻ ഫുട്ബോളിന്റെ കളിത്തട്ടിൽ കേരളം, മക്ക കൊൽക്കത്ത. നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടെയാണ് സ്ഥാപിച്ചത്? നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചത് റഷ്യയുടെ സഹകരണത്തോടെയാണ്. റഷ്യയുടെ സഹകരണത്തോടെയാണ് നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചത്. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത്, നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത് തലാമസ് ആണ്. തലാമസ്. ഗാന്ധിജി ജനിച്ച വീട് അറിയപ്പെടുന്ന പേര്. ഗാന്ധിജി ജനിച്ച വീട് അറിയപ്പെടുന്നത് കീർത്തി മന്ദിർ എന്നാണ്. കീർത്തി മന്ദിർ. ആര് ജനിച്ച വീടാണ്? ഗാന്ധിജി ജനിച്ച വീടാണ് കീർത്തി മന്ദിർ. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിള. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിള ഏത്? പരുത്തിയാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിള ഏതാണ്? പരുത്തി. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം. രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യമാണ്. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? മഗ്നീഷ്യം. മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് പാളിയിലാണ്? ട്രോപ്പോസ്ഫിയറിലാണ് മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ട്രോപ്പോസ്ഫിയർ. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ആര്യഭട്ട. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് എന്നാണ്. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് ജനുവരി 24, 1950. 1950 ജനുവരി 24 ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത്. മാവ് പൊളിക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം. മാവ് പൊളിക്കുമ്പോൾ പുറത്തു വരുന്നത് ഏതാണ്? കാർബൺ ഡയോക്സൈഡ് ആണ്. കാർബൺ ഡയോക്സൈഡ്. ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ പ്രധാനമന്ത്രി ആര്? ബാങ്ക് ദേശസാൽക്കരണം നടത്തിയത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി. കാശിരംഗ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം. കാശിരംഗ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗമാണ്. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം ഏത് നാഷണൽ പാർക്കിലെയാണ്? കാശിരംഗ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം. നവംബർ 26 പ്രാധാന്യം ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? നവംബർ 26. നവംബർ 26 ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 2ഉമാണ്. ഏതൊക്കെയാണ് വരുന്നത്? ദേശീയ നിയമ ദിനമാണ്, അതുപോലെ ദേശീയ ഭരണഘടനാ ദിനമാണ്. ദേശീയ നിയമ ദിനമായിട്ട് ആചരിക്കുന്നതും ദേശീയ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നതും എന്നാണ് നവംബർ 26. ഓക്സിജന്റെ അറ്റോമിക സംഖ്യ. ഓക്സിജന്റെ അറ്റോമിക സംഖ്യ എത്രയാണ്? 8 ആണ്. ഓക്സിജന്റെ അറ്റോമിക സംഖ്യ എത്രയാണ്? 8. ജനകീയ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ്? ജനകീയ പദ്ധതി എന്നറിയപ്പെട്ടത് 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. 9ാം പഞ്ചവത്സര പദ്ധതി ജനകീയ പദ്ധതി എന്നറിയപ്പെട്ടത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് SBI ആണ്. SBI ആണ് ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക്. ലിപ്പോ പ്രോട്ടീനുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത്? ലിപ്പോ പ്രോട്ടീനുകളെ സംബന്ധിച്ച് ശരിയായത് ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 2ഉം മാത്രം. 1ഉം 2ഉം. LDL എന്നത് ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ആണ്. HDL എന്നത് ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ആണ്. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണ്? ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നത് ഏതാണ്? ബ്രഹ്മപുത്ര നദിയാണ്. ബ്രഹ്മപുത്ര നദി. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? എയ്ഡ്സ് ആണ്. എയ്ഡ്സ് ആണ് സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്നത്. സ്ലിം ഡിസീസ്, എയ്ഡ്സ്.
ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നത് പാമ്പാറാണ്. പാമ്പാർ. കുണ്ടറ വിളംബരം നടന്നത് എന്ന്. കുണ്ടറ വിളംബരം നടന്നത് 1809 ജനുവരി 11. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടന്നത്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? അപവർത്തനമാണ്. അപവർത്തനമാണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്നത് ഏതാണ്? സിങ്ക് ആണ് ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. സിങ്ക് ആണ് ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. പെട്രോളിയം രൂപം കൊള്ളുന്ന ശില ഏത്? പെട്രോളിയം ഏത് ശിലയിലാണ് രൂപം കൊള്ളുന്നത്? അവസാദ ശിലയിലാണ് പെട്രോളിയം രൂപം കൊള്ളുന്നത്. അവസാദ ശിലയിലാണ്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം ഏത്? പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് 1951. 1951 ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത്. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം ഏതാണ്? ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് 1954. 1954 ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. ബിർസ മുണ്ടയെ സംബന്ധിച്ച് പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായ പ്രസ്താവനകൾ. ബിർസ മുണ്ടയെ സംബന്ധിച്ചിട്ടുള്ള പ്രസ്താവനയിൽ ശരിയായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ജന്മദിനം ജനജാതീയ ഗൗരവ ദിവസമായിട്ട് ആചരിക്കുന്നു. ആരണ്യ അധികാർ എന്ന നോവൽ അദ്ദേഹത്തെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേത ദേവി രചിച്ചതാണ്. ഇന്ത്യൻ പാർലമെന്റിൽ ചിത്രം അനാച്ഛാദനം ചെയ്യപ്പെട്ട ഏക ഗോത്രവർഗ നേതാവാണ് അദ്ദേഹം. ബിർസ മുണ്ട. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. ഈ 3 പോയിന്റ്സും പ്രത്യേകം നോട്ട് ചെയ്യുക. ആരുടെ ജന്മദിനമാണ് ജനജാതീയ ഗൗരവ ദിവസമായിട്ട് ആചരിക്കുന്നത്? ബിർസ മുണ്ടയുടേതാണ്. ആരണ്യർ അധികാർ ആരുടേതാണ്? മഹാശ്വേത ദേവിയാണ്. മഹാശ്വേത ദേവി ഈ നോവൽ ആരെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്? ബിർസ മുണ്ടയെ ആസ്പദമാക്കി രചിച്ച നോവലാണ്. അതുപോലെ ഇന്ത്യൻ പാർലമെന്റിൽ ചിത്രം അനാച്ഛാദനം ചെയ്യപ്പെട്ട ഏക ഗോത്രവർഗ നേതാവാണ് ആര്? ബിർസ മുണ്ട. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഒഡീസിയാണ്. ഒഡീസി. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2 ആണ്. 3:2. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ഏത് നദിയിലാണ്? ശരാവതി നദിയിലാണ് ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ശരാവതി നദി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് എന്താണ്? ഇംപീരിയൽ ബാങ്ക്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേരാണ് ഇംപീരിയൽ ബാങ്ക്. വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് ആര്? വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് അരബിന്ദ ഘോഷാണ്. അരബിന്ദ ഘോഷാണ് വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത്. അരബിന്ദ ഘോഷ്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് എന്ത്? ആവൃത്തി. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ചേന മുറിക്കുമ്പോൾ ചൊറിച്ചിലിന് കാരണമാകുന്ന രാസവസ്തു. ചേന മുറിക്കുമ്പോൾ ചൊറിച്ചിലിന് കാരണമാകുന്ന രാസവസ്തു കാൽഷ്യം ഓക്സലേറ്റ് ആണ്. കാൽഷ്യം ഓക്സലേറ്റ്. പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്ന കലാപം. പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്ന കലാപം ഏത്? മലബാർ ലഹളയാണ്. മലബാർ ലഹളയാണ് പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്ന കലാപം. മലബാർ ലഹള. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിലെ ഏറ്റവും വലിയ നദി ഏതാണ്? കിഴക്കോട്ടൊഴുകുന്നതിലെ ഏറ്റവും വലിയ നദി കബനി നദിയാണ്. കബനി നദി. ഏറ്റവും ചെറുത് പാമ്പാർ. ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിത. ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിതയാണ് എൻ്റെ ഗുരുനാഥ്. എൻ്റെ ഗുരുനാഥൻ ആരുടേതാണ്? വള്ളത്തോളിന്റെ കൃതിയാണ്. ആരെക്കുറിച്ചാണ്? ഗാന്ധിജിയെക്കുറിച്ച്. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിന്റെ പ്രതിഭാസം. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം. പൂർണ്ണാന്തരിക പ്രതിഫലനം. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്
വൈറ്റമിൻ ഇ ആണ്. വിറ്റാമിൻ ഇ ആണ് ബ്യൂട്ടി വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത്, വിറ്റാമിൻ ഇ. കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികമുള്ള സ്ഥലം. കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികമുള്ളത് എവിടെയാണ്? കുണ്ടറയിലാണ്. കൊല്ലം ജില്ലയിലെ കുണ്ടറയിലാണ് കേരളത്തില് കളിമണ്ണ് നിക്ഷേപം ഏറ്റവും കൂടുതലുള്ളത്. രക്തത്തിലെ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം. ആന്റിബോഡികൾ, രക്തത്തിലെ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മയിലാണ്. പ്ലാസ്മയിലാണ് രക്തത്തിലെ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്നത്, പ്ലാസ്മ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. പടിഞ്ഞാറൻ ഹിമാലയം സിന്ധു നദിക്കും കാളി നദിക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാളി നദിക്കും ടിസ്റ്റ നദിക്കും ഇടയിലുള്ള ഭാഗമാണ് മധ്യ ഹിമാലയം. ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ശരിയാണ്. 2 പ്രസ്താവനകളും ശരിയാണ്. പടിഞ്ഞാറൻ ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് ഏതൊക്കെ നദികൾക്കിടയിലാണ്? സിന്ധു നദിക്കും കാളി നദിക്കും ഇടയിലാണ് പടിഞ്ഞാറൻ ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. ഇനി മധ്യ ഹിമാലയം സ്ഥിതി ചെയ്യുന്നതോ? കാളി നദിക്കും ടീസ്റ്റ നദിക്കും ഇടയിലാണ് ഏത്? മധ്യ ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്ന ഭാഷ. ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉറുദു ഭാഷയാണ്. ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്ന ഭാഷ ഉറുദു. പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ? ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. ചവിട്ടുനാടകം, മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ കേരളത്തിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ ആദ്യമായി അച്ചടി വിദ്യ പ്രചരിപ്പിച്ചത് ഡച്ചുകാരാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏവ എന്നതാണ്. ഉത്തരം 1, 2 എന്നിവ മാത്രം. ഓപ്ഷൻ എ 1, 2 എന്നിവ. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏതാണ്? മാനുവൽ കോട്ടയാണ്. മാനുവൽ കോട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊച്ചിയിലാണ്. ശരിയാണ്. ചവിട്ടുനാടകം, മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ കേരളത്തിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ശരിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് അച്ചടി വിദ്യ പ്രചരിപ്പിച്ചതും ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് അച്ചടി വിദ്യ പ്രചരിപ്പിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഒരു ലോഹത്തെ അടിച്ചുപരത്തി ഷീറ്റുകളാക്കാൻ സാധിക്കുന്ന സവിശേഷത. ഒരു ലോഹത്തെ അടിച്ചുപരത്തി ഷീറ്റുകളാക്കാൻ സാധിക്കുന്ന സവിശേഷതയാണ് മാലിയബിലിറ്റി. ഓപ്ഷൻ സി ആണ് ഉത്തരം, മാലിയബിലിറ്റി. ഒരു ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ കാണുന്ന വസ്തുവിന്റെ നിറം. ഒരു ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കുന്നു. അപ്പോൾ വസ്തുവിന്റെ നിറം എന്തായിരിക്കും? കറുപ്പ് നിറത്തിലായിരിക്കും കാണപ്പെടുന്നത്. ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ കറുപ്പ് നിറത്തിൽ കാണപ്പെടുന്നു. ഇന്ത്യയിലെ പ്രധാന ഖാരിഫ് വിള ഏതാണ്? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഖാരിഫ് വിള നെല്ലാണ്. ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഖാരിഫ് വിള ഏത്? നെല്ലാണ്. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണ്? വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ആണ്. വായ്പകളുടെ നിയന്ത്രകൻ ആര്? റിസർവ് ബാങ്ക് ആണ്. പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ മലയാള ചിത്രം ഏത്? പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ മലയാള ചിത്രം ചെമ്മീനാണ്. ചെമ്മീനാണ് പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം. മലയാളത്തിൽ ആദ്യത്തെ ഇന്റർനെറ്റ് മാഗസിൻ ഏതാ? പുഴ.com ആണ്. പുഴ.com മലയാളത്തിൽ ആദ്യത്തെ ഇന്റർനെറ്റ് മാഗസിൻ. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ പട്ടമാണ്. തിരുവനന്തപുരം ജില്ലയിലെ പട്ടം പോലീസ് സ്റ്റേഷനാണ് കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. കരിമീനാണ് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം. കേരളത്തിൽ കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏത്? കേരളത്തിൽ കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ ജില്ലയാണ്. കേരളത്തിൽ കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയാണ്. ഇപ്പോൾ ഒരു ചോദ്യം കൂടി നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ കമൻറ്റ് ചെയ്യാനായിട്ടുള്ളത്, കേരളത്തിൽ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല ഏത് എന്ന് കമൻറ്റ് ചെയ്യുക. കേരളത്തിൽ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല. അടുത്ത ചോദ്യം, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് വളപ്പിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രതിമയാണ്. നമ്മൾ നേരത്തെ പഠിച്ചത് സെക്രട്ടേറിയറ്റിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന പ്രതിമ ഏത് എന്നാണ്. ഈ ചോദ്യം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് വളപ്പിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നത് ആരുടെ പ്രതിമയാണ്? വേലുത്തമ്പി ദളവയുടെ പ്രതിമയാണ്. വേലുത്തമ്പി ദളവയുടെ പ്രതിമ.
ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദേശം ചെമ്പഴന്തിയാണ് ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദേശം. ബാരിസ് എന്നറിയപ്പെടുന്ന നദി ബാരിസ് എന്നറിയപ്പെടുന്നത് പമ്പ നദിയാണ്. ബാരിസ് എന്നറിയപ്പെടുന്ന നദി. രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ല ഏത്? രണ്ട് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ല ഏതാണ്? വയനാട് ജില്ലയാണ് രണ്ട് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ല. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ? പടിഞ്ഞാറൻ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ദേശീയോദ്യാനമാണ് ദച്ചിങ്ക. മണിപ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന കേബിൾ ലംജാവോ ദേശീയോദ്യാനം കിഴക്കൻ ഹിമാലയൻ നദീവ്യൂഹത്തിലോ പ്രദേശത്തോ ഉൾപ്പെടുന്ന ഒന്നാണ്. ശരിയായവ ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2 എന്നിവ ശരിയാണ്. അപ്പൊ പടിഞ്ഞാറൻ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ദേശീയോദ്യാനമാണ് ദച്ചിങ്ക, ശരിയാണ്. മണിപ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന കേബിൾ ലംജാവോ ദേശീയോദ്യാനം കിഴക്കൻ ഹിമാലയൻ നദീവ്യൂഹത്തിലോ പ്രദേശത്തോ ഉൾപ്പെടുന്ന ഒന്നാണ്, ശരിയാണ്. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? കോഴിക്കോട് ജില്ല. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം? ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉത്തരം വരുന്നത് ഏതാണ്? കാനഡയാണ്. കാനഡ. ഏതിന്റെ അയിരാണ് ഗലീന? ഏതിന്റെ അയിരാണ് ഗലീന? കറുത്തീയത്തിന്റെ അയിരാണ്. കറുത്തീയത്തിന്റെ അയിരാണ് ഏത്? ഗലീന, കറുത്തീയം. ഏത് വിറ്റാമിന്റെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് എന്ന രോഗം? എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദ്യമാണ്. ഏത് വിറ്റാമിന്റെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് എന്ന രോഗം ഉണ്ടാകുന്നത്? വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്നു റിക്കറ്റ്സ്, വിറ്റാമിൻ ഡി. വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നത്? വൈറ്റ് പ്ലേഗ് ഏതാണ്? ക്ഷയമാണ്. വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നത് ക്ഷയം. ഇന്ത്യയുടെ മഗ്നാകാർട്ട എന്ന് വിളിക്കുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്തെയാണ്? ഇന്ത്യയുടെ മഗ്നാകാർട്ട എന്ന് വിളിക്കപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? മൗലിക അവകാശങ്ങളാണ് ഇന്ത്യയുടെ മഗ്നാകാർട്ട എന്ന് വിളിക്കപ്പെടുന്ന ഭരണഘടനാ ഭാഗം. ബാലഗുരു എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ബാലഗുരു എന്നറിയപ്പെട്ടിരുന്നത് വാഗ്ബടാനന്ദൻ. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ നദി ഏതാണ്? വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ. ഏത് നദിയിലാണ് കൃഷ്ണരാജസാഗർ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കാവേരി നദിയാണ്. കാവേരി നദിയിലാണ് കൃഷ്ണരാജസാഗർ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്, കാവേരി നദി. കേരള സർക്കാർ ആരംഭിച്ച മറൈൻ ആംബുലൻസിന്റെ പേര്? കേരള സർക്കാർ ആരംഭിച്ച മറൈൻ ആംബുലൻസിന്റെ പേര് പ്രതീക്ഷ. ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം ഡിസംബർ 2 ആണ്. ഡിസംബർ 2 ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം. ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ എത്ര വയസ്സ് പൂർത്തിയാക്കണം? മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് എത്ര വയസ്സാണ് പൂർത്തിയാക്കേണ്ടത്? 18 വയസ്സാണ് പൂർത്തിയാക്കേണ്ടത്. 18 വയസ്സ്. കേരള ചരിത്രത്തിലെ സുപ്രധാന മതപരമായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ പരിശോധിക്കുക. ഉദയം പേരൂർ സുന്നഹദോസ് നടന്ന വർഷം 1599 ആണ്. കൂനൻ കുരിശു സത്യം നടന്ന വർഷം 1653 ആണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. രണ്ടും ശരിയാണ്. അപ്പോൾ ഉദയം പേരൂർ സുന്നഹദോസ് നടന്ന വർഷം ഏത് എന്ന് ചോദിച്ചാൽ 1599 ആണ്. അതുപോലെ കൂനൻ കുരിശു സത്യം നടന്ന വർഷം ഏതാണ്? 1653 ആണ്. റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ്? റാണിഗഞ്ച് കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും വ്യക്തിയെ തിരിച്ചറിയുക. തന്നിരിക്കുന്നു. വിദ്യാപോഷണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് തുടക്കം കുറിച്ച വ്യക്തി
കൊച്ചി മന്ത്രിസഭയിലും തിരുക്കൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്ന സാമൂഹിക പരിഷ്കർത്താവ്, യുക്തിവാദി പത്രത്തിന്റെ സ്ഥാപക എഡിറ്റർ. 1938 സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചു. വ്യക്തിയെ തിരിച്ചറിയുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ആരാണ്? ഓപ്ഷൻ സി ആണ്, സഹോദരൻ അയ്യപ്പൻ. ഒന്നും കൂടി, വിദ്യാപോഷിണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് തുടക്കം കുറിച്ചു സഹോദരൻ അയ്യപ്പൻ. കൊച്ചി മന്ത്രിസഭയിലും തിരുക്കൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് സഹോദരൻ അയ്യപ്പൻ. യുക്തിവാദി എന്ന പത്രത്തിന്റെ സ്ഥാപക എഡിറ്റർ സഹോദരൻ അയ്യപ്പൻ. 1938 സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചു. അടുത്ത ചോദ്യം, ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ് മനുപ്രഭ? മനുപ്രഭ തക്കാളിയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ്. തക്കാളിയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ് മനുപ്രഭ. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതി. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് പരിരക്ഷ. പദ്ധതിയുടെ പേര് പരിരക്ഷ. വിക്രം സാരാഭായിയുടെ ജന്മദിനമാണ് ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായിട്ട് ആചരിക്കുന്നത്. അത് ഏത് ദിവസമാണ്? ഓഗസ്റ്റ് 12 ഓഗസ്റ്റ് 12 ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായിട്ട് ആചരിക്കുന്നത്. അത് ആരുടെ ജന്മദിനമാണ്? വിക്രം സാരാഭായിയുടെ ജന്മദിനമാണ് ഓഗസ്റ്റ് 12. വ്യക്തിയെ തിരിച്ചറിയുക. ഉപ്പ് സത്യാഗ്രഹ സമരത്തിനിടെ പോലീസ് ലാത്തി ചാർജിൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ട നവോത്ഥാന നായകൻ. രണ്ടാമത്തെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസഫ് മുണ്ടശ്ശേരിയെ പരാജയപ്പെടുത്തിയ വ്യക്തി ആരാണ്? കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ്. ഉപ്പ് സത്യാഗ്രഹ സമരത്തിനിടെ പോലീസ് ലാത്തി ചാർജിൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ട നവോത്ഥാന നായകൻ ആര്? കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. അതുപോലെ രണ്ടാമത്തെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജോസഫ് മുണ്ടശ്ശേരിയെ പരാജയപ്പെടുത്തിയത് ആര്? കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 1976 42 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇവ ഉൾപ്പെടുത്തിയത്. സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇവ രൂപീകരിച്ചത്. ഭരണഘടനയുടെ ഭാഗം 4 ഇവ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അനുച്ഛേദം 51A മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇതിലേതാണ് നമുക്ക് ശരിയായിട്ടുള്ള ഓപ്ഷൻ? ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1, 2, 4 എന്നിവ ശരിയാണ്. 1, 2, 4. 1, 2, 4. 1976 42 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇവ ഉൾപ്പെടുത്തിയത്. ശരിയാണ്. സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇവ രൂപീകരിച്ചത്. ശരിയാണ്. അനുച്ഛേദം 51A മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ശരിയാണ്. ഇവ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭരണഘടനയുടെ ഭാഗം 4A. അടുത്ത ചോദ്യം, സൂര്യൻ കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുവാൻ കാരണം എന്താണ്? ഭൂമിയുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടായതുകൊണ്ടാണ്. ഭൂമിയുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ആയതുകൊണ്ട്. ഇരു അർദ്ധഗോളങ്ങളിലും സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം ഉണ്ടാക്കുന്നു. ഇതിന് കാരണമായ ബലം ഏത്? കോറിയോലിസ് ബലമാണ്. കോറിയോലിസ് ബലം. ഇരു അർദ്ധഗോളങ്ങളിലും സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം ഉണ്ടാക്കുന്നു. ഇതിന് കാരണമായ ബലം ഏത്? കോറിയോലിസ് ബലം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. വടക്കേ അതിർത്തിയിൽ ഹിമാലയ പർവ്വതം സ്ഥിതി ചെയ്യുന്നു. തെക്കേ അതിർത്തി ഇന്ത്യൻ മഹാസമുദ്രമാണ്. പടിഞ്ഞാറ് ഭാഗത്ത് ഹിന്ദുക്കുഷ് പർവ്വതനിര സ്ഥിതി ചെയ്യുന്നു. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. വടക്കേ അതിർത്തിയിലെ ഹിമാലയ പർവ്വതം, തെക്കേ അതിർത്തി ഇന്ത്യൻ മഹാസമുദ്രം, പടിഞ്ഞാറ് ഭാഗത്ത് ഹിന്ദുക്കുഷ് പർവ്വതനിര സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ? വി രൂപ താഴ്വരകളിൽ വശങ്ങളിൽ അപരദനം മൂലം നദിയുടെ വീതിയും അടിത്തട്ടിൽ അപരദനം മൂലം നദിയുടെ ആഴവും വർദ്ധിക്കുന്നു. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വി എന്ന അക്ഷരത്തോട് സാദൃശ്യമുള്ളതിനാലാണ് ഈ താഴ്വരകൾക്ക് ആ പേര് ലഭിച്ചത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2 എന്നിവ എന്താണ്? ശരിയാണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവന ശരിയാണ്. അവസാനത്തെ ചോദ്യം,
നംജബർവയെ സംബന്ധിച്ച് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ? കിഴക്കൻ ഹിമാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൊടുമുടിയാണ് നംജബർവ. നംജബർവയുടെ ഉയരം 7756 മീറ്റർ ആണ്. ഇതിൽ ശരിയായവ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2 എന്നിവ എന്താണ്? ശരിയാണ്. കിഴക്കൻ ഹിമാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൊടുമുടിയാണ് നംജബർവ. ശരിയാണ്. നംജബർവയുടെ ഉയരം 7756 മീറ്റർ ആണ്. ശരിയാണ്. ഈ 100 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്